കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് അത്ര നല്ല വാർത്തകളൊന്നുമല്ല നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെ കടുത്ത ഇന്ധനക്ഷാമത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിത് എല്ലാ മേഖലയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള ഹോട്ടലുകൾ വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുവിധം ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടിയിട്ടുണ്ട്. തുറന്നു പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ വളരെയധികം വിഭവങ്ങൾ അവൈലബിൾ അല്ല. 1-2 വിഭവങ്ങൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ആദ്യ ദിവസങ്ങളിൽ ഇത് അനുഭവപ്പെട്ടത് മെട്രോപൊളിറ്റൻ സിറ്റികളിലാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലും അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേൽ-ഇറാൻ യുദ്ധം പെട്ടെന്നൊരു ദിവസം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഒരിക്കലും സാധാരണക്കാരായ ഒരാൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇത് നമ്മുടെ ജീവിതത്തിലെത്തുമെന്ന്. ഇത് സാധാരണക്കാരെ മാത്രമല്ല ബാധിച്ചിരിക്കുന്നത്, ഇത് ആഗോള വിപണിയെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങൾ മുൻകൈയെടുത്ത് സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ധനക്ഷാമം മൂലവും ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ കാറ്ററിംഗുകാരൊക്കെ അവരെടുത്ത ഓർഡറുകളൊക്കെ ക്യാൻസൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊന്നും ഫുഡ് ഡെലിവറി നടത്തുന്നില്ല. പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഇന്ത്യൻ നയതന്ത്ര വിഭാഗത്തിലെ ഇടപെടൽ മൂലം ഇറാൻ ഇന്ത്യൻ കപ്പലുകളെ ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത് നമുക്കൊരു താൽക്കാലിക ആശ്വാസം ആണെങ്കിലും ഇന്ധനവില കുറയില്ല. മുൻപത്തേനേക്കാൾ കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുക, ഇന്ധനക്ഷാമം ഉണ്ടെന്നുള്ള പരിഭ്രാന്തി സൃഷ്ടിക്കുകയും കൂടുതൽ ആൾക്കാർ ഇതിൻ്റെ സാഹചര്യം മനസ്സിലാക്കാതെ കൂടുതൽ ബുക്കിംഗ്, പൂൾ ബുക്കിംഗ് എന്നാണ് അതിന് പറയുക, പൂൾ ബുക്കിംഗ് നടത്തുകയും ലഭ്യമായിട്ടുള്ള സിലിണ്ടറുകൾ യഥാവിധം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്ടിരിക്കുകയും അത് പൂഴ്ത്തിവെച്ച് അതിലൂടെ ഒരു വലിയൊരു ലാഭം നേടുകയാണ് അവരുടെ ലക്ഷ്യം. മനഃപൂർവ്വം ജനങ്ങളിലേക്ക് ഇന്ധനക്ഷാമം ഉണ്ടെന്ന് വരുത്തി തീർക്കുകയും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ പൂഴ്ത്തിവെച്ചിട്ട് കരിഞ്ചന്തയിൽ അത് വലിയ വിലയ്ക്ക് വിട്ട് വലിയൊരു ലാഭം നേടുകയാണ്. അപ്പം ജനങ്ങൾ പരിഭ്രാന്തരാകാതിരിക്കുക. നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള ഇന്ധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അനാവശ്യമായി കൂടുതൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള മെസ്സേജുകളും ന്യൂസുകളും ഒക്കെ വരികയാണെങ്കിൽ അത് കാര്യമായി എടുക്കാതിരിക്കുക. നമ്മുടെ രാജ്യത്തെ ഇന്ധനക്ഷാമം ഉണ്ട്, ഇത് കുറച്ച് ദിവസങ്ങളായി നിലനിൽക്കുകയും ചെയ്യും. ഇതൊന്നും സാധാരണഗതിയിലേക്ക് വരാൻ കുറച്ച് ദിവസം എടുക്കും. ഇന്ത്യയിലെ പ്രമുഖ എണ്ണ കമ്പനികളോടൊക്കെ ഗവൺമെന്റ് അവരുടെ ഉൽപ്പാദനം 25% വരെ കൂട്ടാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിലവിലെ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിനായിട്ട്. ഇതൊന്നും ശരിയായി വരാൻ ഒരു 10 ദിവസം മാത്രമേ എടുക്കത്തുള്ളൂ. ഈ ഒരു ചെറിയ കാലയളവിൽ നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ നമ്മളെക്കൊണ്ട് പറ്റും. കാരണം കോവിഡ് കാലം ഇതിനേക്കാളും ദുരിതം നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തതാണ്. ഇപ്പോൾ ഗ്യാസ് ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ പ്രധാനമായും മുൻഗണനാ ക്രമത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. വിദ്യാലയങ്ങൾക്കും ഹോസ്പിറ്റലുകൾക്കും അതേപോലെയുള്ള അഗ്നിമന്ദിരങ്ങൾക്കും ഒക്കെയാണ് ആദ്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം മാത്രമേ സാധാരണ ഉപഭോക്താക്കൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പം വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പ്രതിസന്ധി ഘട്ടം നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. ഗ്യാസ് അടുപ്പിലുള്ള പാചകം പരമാവധി കുറച്ചുകൊണ്ട് വിറകടുപ്പിലേക്ക് മാറ്റുക. ഇത് കൂടുതൽ സമയമെടുക്കും, അതിനനുസരിച്ച് നിങ്ങളുടെ സമയം ക്രമീകരിക്കുക. നമുക്ക് അരമണിക്കൂർ എടുക്കുന്നത് നമ്മൾ വിറകടുപ്പിൽ ചെയ്യുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുക്കും. അതിനനുസരിച്ച് സമയം ക്രമീകരിക്കുക എന്നാണ് ആദ്യം ചെയ്യുന്നത്. ഇൻഡക്ഷൻ സ്റ്റൗ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം പരമാവധി കൂട്ടുക. ഗ്യാസിന് പകരമായിട്ട് ഇൻഡക്ഷൻ സ്റ്റൗ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് വിറകടുപ്പ് ഉപയോഗിക്കാമില്ല. അപ്പോൾ ഇൻഡക്ഷൻ സ്റ്റൗവിൻ്റെ ഉപയോഗം കൂട്ടുകയാണെങ്കിൽ ഗ്യാസിൻ്റെ ഉപയോഗം കുറയ്ക്കാം. അതേപോലെ കുക്കറുകളിലൊക്കെയുള്ള പാചകം നമുക്ക് വേഗത്തിലാക്കും. ഇലക്ട്രിസിറ്റി ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും ഒക്കെ ലാഭിക്കാൻ നമുക്കത് സഹായിക്കും. അതുപോലെ ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം ഒരുമിച്ച് പാചകം ചെയ്യുന്നത് നമ്മളുടെ ഗ്യാസ് ഉപയോഗം ഒരുപാട് കുറയ്ക്കും. അതുപോലെ വളരെ സമയമെടുത്ത് ചെയ്യുന്ന പലഹാരങ്ങളാണേലും ആഹാര സാധനങ്ങളാണേലും ഒഴിവാക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ആഹാര സാധനങ്ങളിലേക്ക് നമ്മളുടെ കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ ഒരു ശീലത്തിലേക്ക് മാറുക. ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ആഹാരം പുറത്തുനിന്ന് കഴിച്ചുകൊണ്ട് വരുന്നതാണെങ്കിൽ ഇനി പുറത്തുനിന്ന് ലഭിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പരമാവധി വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കൊടുത്തയക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അടുത്തായി ഗ്യാസ് സിലിണ്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിനി 45 ദിവസം കഴിഞ്ഞ് മാത്രമേ അടുത്ത ബുക്കിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനനുസരിച്ച് ബുക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് ബുക്ക് ചെയ്തിടാൻ ശ്രദ്ധിക്കുക.
പരിഭ്രാന്തരാകാതിരിക്കുക. വളരെ കുറച്ച് കാര്യങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.